ഈ ഒരു അമരയ്ക്ക കാണുമ്പഴേ ഓടുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഇനി ഓടണ്ട ട്ടോ. ഇതുപോലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്ക്. എന്നിട്ട് ഒന്ന് 2, 3 വട്ടം ഒന്ന് പൾസ് മോഡിലിട്ടൊന്ന് കിർ കിർ ഒന്ന് അടിച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കണേ. ഇനി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കടുകിട്ട് പൊട്ടിച്ച് ഈ ഒരു സവാള കുഞ്ഞായിട്ട് അരിഞ്ഞ് അതും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ ഈ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത സംഭവം ഉണ്ടല്ലോ, അതും ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കണേ. അപ്പൊ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കണേ. അപ്പൊ ദാണ്ടെ ഇതുപോലെ ഒന്നങ്ങ് വെന്ത് വരുമ്പോഴേക്കും ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലോട്ട് അങ്ങോട്ട് ഒതുക്കി മാറ്റി വെച്ചിട്ട് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. ചേർത്തിട്ട് ഇനി ഇതിലേക്ക് 2 മുട്ട ഉപ്പും ചേർത്ത് ഒന്ന് അടിച്ച് വെച്ചതാണ്. അത് ഒഴിച്ചു കൊടുത്ത് ഇനി എല്ലാം കൂടെ ചേർത്ത് ഒന്നങ്ങ് മിക്സ് ആക്കി ഈ മുട്ടയൊക്കെ വേവുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. അപ്പോൾ ദാണ്ടെ ഇതുപോലെ മുട്ടയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ഐറ്റം ചേർക്കാൻ ഞാൻ മറന്നായിരുന്നെടോ. നമ്മുടെ പച്ചമുളകുണ്ടല്ലോ, 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരല്പം തേങ്ങയും ചേർത്ത് വീണ്ടും ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ അടിപൊളി തോരൻ റെഡി ആയെടോ. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇനി അമരയ്ക്ക കാണുമ്പോൾ നിങ്ങൾ ഓടില്ല കേട്ടോ. ഉറപ്പാണ്. അപ്പോൾ ട്രൈ ആക്കിക്കോ.